യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവൻ അവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവൻ അവകാശമാം ജനം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവൻ അവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവൻ അവകാശമാം ജനം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവൻ അവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവൻ അവകാശമാം ജനം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോ തീരണം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോ തീരണം. അവനായി കഷ്ടതായേക്കുമേ തേജസ്സിൽ ആനന്ദായുധം മാറിടം. അവനായി കഷ്ടതായേക്കുമേ തേജസ്സിൽ ആനന്ദായുധം മാറിടം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവൻ അവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവൻ അവകാശമാം ജനം. നിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. നിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാഹളമോദിടുവിൻ ജയവീരനമീശുവിനെ. ജയ 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 കാഹളമോദിടുവിൻ ജയവീരനമീശുവിനെ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവൻ അവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവൻ അവകാശമാം ജനം. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥൻ ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ജീവവചനത്തിൻ്റെ ധ്യാനചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഉടമസ്ഥന് ഉപയോഗ്യമായ മാനപാത്രം എന്ന വിഷയമാണ് നാം ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ, ഉടമസ്ഥൻ ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു നല്ല പാത്രമായിരിക്കുവാൻ ഉള്ള ഒരാഹ്വാനം ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് ഏവർക്കും വേണ്ടിയുള്ളൊരു ആഹ്വാനം ഈ തിരുവചനത്തിൽ കൂടി ദൈവം നമുക്ക് നൽകി തരികയാണ്. പാത്രം വിശുദ്ധമായിരുന്നെങ്കിലേ അതിനെ ഉപയോഗിക്കുവാൻ തോന്നുകയുള്ളൂ. തന്നെ അശുദ്ധമാക്കുമെന്ന് തോന്നുന്നതായ എല്ലാ കാര്യാദികളെയും വിട്ടുമാറി വിശുദ്ധി സൂക്ഷിക്കുന്ന പാത്രങ്ങളെ മാത്രമേ പരിശുദ്ധനായ ദൈവം തന്നെ നല്ല വേലയ്ക്കായി ഉപയോഗിക്കുകയുള്ളൂ എന്ന് വചനം വ്യക്തമാക്കുന്നു. അശുദ്ധിയുള്ള പാത്രങ്ങളെ ആരും ഉപയോഗിച്ചിട്ടില്ലല്ലോ. നമ്മുടെ കർത്താവും നമ്മെ ഓരോരുത്തരെയും ഓരോ പാത്രങ്ങൾ എന്ന് കണ്ട് തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി, ഉപയോഗിക്കുവാൻ വേണ്ടി വിശുദ്ധിയുള്ള പാത്രമായി തിരയുന്നു. പ്രിയരെ, ഒരു യഥാർത്ഥ വിശ്വാസി തന്നെത്താൻ വെടിപ്പാക്കുന്നവനായിരിക്കണം. അശുദ്ധി തന്നിൽ വ്യാപരിക്കാതിരിക്കുവാൻ, തനിക്ക് സൂക്ഷിക്കുവാൻ ഒരുവന് പറ്റും. ഓരോ ദൈവമക്കൾക്ക് ഇന്ന് പകലി വചനം കേൾക്കുന്ന കൂടപ്പിറപ്പുകളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധി പറ്റാതെ നിങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ പറ്റും. ഇത് തിരുവചനം ഉറപ്പു തരുന്നു. അതിന് നിങ്ങൾ താല്പര്യപ്പെടുക, അതിന് ശ്രമിക്കുക.
അശുദ്ധി തന്നിൽ വ്യാപരിക്കാതിരിക്കാൻ നമുക്ക് നമ്മളെ സൂക്ഷിക്കാൻ പറ്റും. അതിന് അശുദ്ധമായതും ഹീനമായതും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്നും വിശുദ്ധിക്ക് യോജിക്കാത്ത രസങ്ങളിൽ നിന്നും ഇമ്പങ്ങളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും ഒക്കെ നാം ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടവരാണ്, ഒഴിഞ്ഞു മാറി ജീവിക്കേണ്ടവരാണ്. കപടവും കുലഹീനവുമായതിൽ നിന്നും നാം ഓരോരുത്തരും മാറി നിൽക്കണം. കപടസ്നേഹത്തിൽ നിന്നും ദുരുപദേശങ്ങളിൽ നിന്നും തന്നെത്താൻ ശുദ്ധീകരിച്ച് ഉടമസ്ഥന് കൊള്ളാകുന്ന നല്ല പാത്രമായിരിക്കാൻ താല്പര്യപ്പെടുക. പാത്രങ്ങളെക്കുറിച്ച് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ യജമാനന് ഉപയോഗ്യരായി തീരുമെന്നതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. വിശ്വാസി സ്വയം വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്ന മേഖലകൾ അനേകമുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവവചനാടിസ്ഥാനത്തിൽ പകരപ്പെട്ട വിശ്വാസത്തെ തകർത്ത് കളയുന്ന തെറ്റായ ഉപദേശങ്ങൾ, ഭക്തിവിരുദ്ധമായതിലേക്കൊക്കെ നമ്മെ പതുക്കെ പതുക്കെ നയിക്കുന്ന വൃഥാലാപങ്ങൾ, ക്രിസ്തുയേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിച്ച് അതിൻ പ്രകാരമുള്ള ജീവിതം നയിച്ച് കർത്താവിൻ്റെ മടങ്ങി വരവിൽ സഭ എടുക്കപ്പെടും എന്ന വിശ്വാസവും അതിനായുള്ള പ്രത്യാശയും മറിച്ചു കളയുന്ന ദുരുപദേശങ്ങൾ. പ്രിയരെ, എല്ലാ തരത്തിലുമുള്ള അനീതിയും ഹീനകാര്യങ്ങളും യൗവനമോഹങ്ങളെയും വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാതെ അതിനെയൊക്കെ വിട്ടുമാറി, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി തന്നെത്താൻ വെടിപ്പാക്കുന്നതിൽ ഉത്സാഹമുള്ളവനായിരിക്കണം, ഉത്സുകനായിരിക്കണം. അങ്ങനെയെങ്കിൽ വിശുദ്ധവും യജമാനന് ഉപയോഗ്യവുമായി നല്ല വേലയ്ക്ക് പ്രയോജനപ്പെടുന്ന ഒരു മാനപാത്രമായിരിക്കാൻ കഴിയും എന്നുള്ളതാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. ഇപ്രകാരം സൂക്ഷിക്കുന്ന വ്യക്തി ദൈവസഭയിൽ നിശ്ചയമായും മാനപാത്രമായിരിക്കും. മാനപാത്രമായിരിക്കുന്ന വ്യക്തി ഹീനമായവയാൽ മലിനമാക്കപ്പെടരുത്, മലിനമാക്കപ്പെടാത്തവയെ മാത്രമേ ഉടമസ്ഥൻ ഉപയോഗിക്കുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാകും. അതിനായി ഉടമസ്ഥൻ ഉപയോഗിക്കും എന്നുള്ള കാര്യമുണ്ട്. അതിനായി, ആ സന്ദർഭത്തിനായി, ആ സമയത്തിനായി, ആ ഉപയോഗിക്കുന്ന സമയത്തിനായി, യജമാനന്റെ കരം ആ പാത്രത്തിലേക്ക് നീണ്ടുവരുന്ന സമയത്തിനായി ഓരോരുത്തരും കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഉടമസ്ഥന് ഉപയോഗ്യമായ പാത്രം എന്തു വലിയൊരു ബഹുമതിയാണ് ഈ അവസ്ഥയിലുള്ളതിന് എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ദൈവം അനന്യാസിനോട് പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കൂ. നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും എൻ്റെ ജനത്തിനു മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസിന് ഈ വിധ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ പൗലോസിൻ്റെ ഉള്ളിൽ ഈ കാര്യം ഉണ്ടായിരുന്നിരിക്കണം. പ്രിയരെ, നാമും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് നാം തന്നെത്താൻ വെടിപ്പാക്കുന്നതിൽ ഉത്സാഹിക്കണം എന്നുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തനം തുടങ്ങിയവ ദൈവസഭയ്ക്കോ ദൈവനാമത്തിനോ ഒരു നിലവാരത്തിലും ദോഷം വരുത്തുന്ന അനുഭവത്തിലുള്ളതാകരുത്. നാം അങ്ങനെയുള്ളവരുമാകരുത്. കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഏത് വിശ്വാസിയും. ദൈവസഭയിലുള്ള എല്ലാ വിശ്വാസികളും ഇത് ആഗ്രഹിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ, കർത്താവിനാൽ ഉപയോഗിക്കപ്പെടണം, കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. എന്നാൽ പ്രിയരെ, ഈ സംസാര രീതികൾ, ഈ സ്വഭാവങ്ങൾ, ഈ ശീലങ്ങൾ, ഈ കൂട്ടുകെട്ടുകൾ, ഇത്തരമുള്ള മനോഭാവങ്ങൾ എന്നെ അശുദ്ധമാക്കും എന്ന് കണ്ട് വിട്ടുമാറുവാൻ, വിട്ടൊഴിയുവാൻ ഇനിയും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തെ നാം തന്നെ ഒരു ആത്മശോധനയ്ക്ക് വിധേയപ്പെടുത്തിയെങ്കിലേ മതിയാകൂ. അതും ഇതും കേട്ട് വിശ്വാസം തള്ളിക്കളയുന്നവരാകരുത്. വചനം ഒരിക്കലും നാം വിട്ടുമാറരുത്. ഉടമസ്ഥൻ ഉപയോഗിക്കുവാൻ കരങ്ങളിലെടുക്കുന്ന ഒരു സമയം വരെ നാം നമ്മുടെ ജീവിതത്തിൽ
ഒരുങ്ങുകയും കാത്തിരിക്കുകയും ചെയ്യണം. ശുദ്ധീകരിച്ചെടുക്കുവാൻ ഉടമസ്ഥനാക്കി വച്ചിരിക്കുന്നിടത്ത് ആ പ്രക്രിയയിൽ തന്നെ മനസ്സ് വെച്ച് നാം ആയിരിക്കുക. ആ വലിയ ബഹുമതി സ്വീകരിക്കുവാൻ അർഹതയുള്ളവരായി തീരണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന സഭയിൽ, നമ്മളെ ആക്കി വച്ചിരിക്കുന്ന രാജ്യത്ത് നാം ആയിരിക്കുവാൻ ദൈവസന്നിധി നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം, നല്ല സമയം, കർത്താവിൻ്റെ പാദപീഠ ഇരുന്ന് ദൈവവചനം കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവ് കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ, ഞങ്ങളെ അതിനുവേണ്ടി നിയമിച്ച് ആക്കി വച്ചിരിക്കുന്നല്ലോ കർത്താവേ. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ യജമാനനാണ്, ഉടമസ്ഥനാണെന്നുള്ള ബോധ്യത്തോടെ അങ്ങയ്ക്ക് ഉപയോഗ്യമായ, അങ്ങ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന മാനപാത്രങ്ങളായി തന്നെ നിലകൊള്ളണമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച്, ഞങ്ങളെ തന്നെ ഒരുക്കി, ഞങ്ങളെ തന്നെ സമർപ്പിച്ച് അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി, അങ്ങയുടെ സമയത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പാദപ്പെടുത്തി ഞങ്ങൾ കാത്തിരിക്കട്ടെ. അതിനായി ഞങ്ങളെ ബലപ്പെടുത്തണമേ, അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. വചനം കേട്ട അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽ അതിൻ പ്രകാരം ജീവിക്കുവാൻ, സമർപ്പിക്കുവാൻ ഇടയാക്കി തീർക്കണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും എല്ലാ ദൈവമക്കളുടെ മേലും പകരണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവെ, സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിലും നാമിനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിലും നാമിനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. അവനീതലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം. അവനീതലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം. അവനായി കഷ്ടതായേൽക്കുകേ തേജസ്സിൽ അനന്തയുധം വാണിടം. അവനായി കഷ്ടതായേൽക്കുകേ തേജസ്സിൽ അനന്തയുധം വാണിടം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാഹളമോദിടുവിൻ ജയവീരനമീശുവിനെ. ജയ 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 കാഹളമോദിടുവിൻ ജയവീരനമീശുവിനെ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം.